ഓക്കെ. അവര് ശ്രീ പറയുന്നതെല്ലാം നുണയാണ്. നിങ്ങൾ ശരി, ശ്രീ മാധ്യമക്കാരുണ്ടാക്കുന്ന പ്രദീപാണ് ബർമുഡയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാട്, രണ്ട് മുന്നണിയിലെയും പ്രധാനപ്പെട്ട ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്, അതിനോട് എന്താണ് അഭിപ്രായം? നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, എനിക്കാണെങ്കിൽ സത്യം ഈ രാവിലെ ചിരിച്ച് ഞാൻ ചത്തുപോവുക. എന്നാന്നറിയോ, നമ്മൾ ഈ മണിമല ചേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ വന്നു തന്നെ താങ്കളെ ഒരു ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഉത്തരവില്ല. നിങ്ങളെ ഇന്ന് പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിപ്പ് ചെയ്ത്, ഒന്ന് ബിനോയ്, രണ്ടാ ഷാജി കൊല്ലം, പിന്നെ നമ്മുടെ മണിമല ചേട്ടൻ, ഇവരുടെ മൂന്ന് പേരുടെ പറ്റുമെങ്കിൽ ഇന്ന് ഇടണേ. കാര്യം ഇവരുടെ നേതാക്കൾ കാണട്ടെ. മിസ്റ്റർ കിരൺ, ഇവരെന്ത് രാഷ്ട്രീയ കളിക്കണേ? പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒന്ന് പറയും, ഭരണപക്ഷത്ത് വരുമ്പോൾ വേറൊന്ന് പറയും. ജനങ്ങൾക്ക് ഗുണകരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം കേന്ദ്രത്തിന് കമ്പനി അടിച്ചോ, അല്ലെങ്കിൽ രണ്ട് ശത്രുക്കളല്ലല്ലോ, രണ്ടുപേര് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വന്നവരല്ലേ. ഒന്ന് ഫെഡറൽ സിസ്റ്റത്തിൽ, സ്റ്റേറ്റിലും സെൻട്രലിലും. എന്തായാലും കേന്ദ്രത്തോട്ട് ഫൈറ്റ് കൂടിയൊന്നും ഒരിക്കലും ഒരു ഭരണം ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരുമായിട്ട് നോക്കൂ, ഏതെങ്കിലും ഒരു അജണ്ട അതിനകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കൂ. അല്ലാതെ ശ്രീ പ്രദീപ് എതിർത്തത് അതെ, എതിർക്കാനേ ഞാൻ പറഞ്ഞ അതിനെ എതിർക്കുക. അല്ല, അജണ്ട ഉള്ളത് കൊണ്ടല്ലേ കേരളത്തിലെ LDF ആയാലും UDF ആയാലും എതിർക്കുന്നത്? അജണ്ട ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ട നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരത്തില്ല എന്നുള്ള ഭീഷണിപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി പരിങ്ങളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് പലപ്പോഴും അതിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ കുറ്റക്കാർ? ഈ രണ്ട് മുന്നണിയും അല്ലല്ലോ, ഈ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലേ കിരണം, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേന്ദ്രത്തിലെ ന്യായീകരിച്ചില്ല എത്രയോ സ്റ്റേറ്റുകൾ, മറ്റുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ നടപ്പിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. സ്റ്റേറ്റുകൾക്ക് ഞാൻ എന്റെ ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ മറ്റതിന് പണം തരില്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, എന്റെ മകൻ അവിടെ ജോലി കൊടുത്തില്ലെങ്കിൽ, ഞാൻ പറയുന്ന ആളിന് ജോലി കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പണം തരില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗതി കെട്ടാ പണം വാങ്ങാൻ വേണ്ടി ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ സ്റ്റേറ്റുകൾക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് കേന്ദ്ര സർക്കാർ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തില് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ മേൽ കടന്നു കയറുകയാണ് സെൻട്രൽ ഗവൺമെന്റ് എങ്കിൽ, ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് സുപ്രീം കോടതിയിലും അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു സംസ്ഥാനം ഓടിച്ചുകൊണ്ട് പോകാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിന് തീർപ്പാകുന്നത് വരെ ഒരു സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ കിട്ടാതെ അതിന് വേണ്ടി അത്ര വലിയ സമ്പത്തുള്ള സ്റ്റേറ്റ് വല്ലതും ആണോ കേരളം? കേരളം ഒരു സാമ്പത്തികമായ ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് കേന്ദ്രത്തിനോടൊക്കെ സാമ്പത്തികമായി പോരാടാനുള്ള ശേഷിയുണ്ടോ? നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ വിഹിതം പോലും നമുക്ക് കിട്ടുന്നില്ല, പിന്നല്ലേ? അല്ല, ഞാൻ ചോദിക്കണം, നമുക്ക് വാങ്ങാൻ വേണ്ടി എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടെന്ന്. നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ്. അതിനകത്ത് അവിടെ ഒരു കോംപ്രമൈസ് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മളതിനെ ലാഗ് ചെയ്ത് കൊണ്ടുപോയി നോക്കൂ. ഇതിനകത്ത് വരുന്നത് എന്താണ്? ഇത് നമ്മുടെ കുട്ടികൾ കിട്ടേണ്ട ആ ഒരു ടൈം വേസ്റ്റ് ആയി പോകുന്നു. ആ കുട്ടികളുടെ ആ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഇന്ത്യയിൽ കോമൺ ആയിട്ട് കിട്ടേണ്ട കുറെ ഫെസിലിറ്റി അതിനകത്ത് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സോ ഡോണ്ട് വേസ്റ്റ് ദ ടൈം. നമ്മുടെ അടുത്ത കുട്ടികളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി അനാവശ്യമായ കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ അത് നല്ല രീതിയിൽ എടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ കുട്ടികളുടെ ഭാവി കൂടി ലക്ഷ്യമിട്ടല്ലേ കേന്ദ്രം ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ അത് ഇന്ത്യ ഇത്രയും കാലം ആർജിച്ച പുരോഗമനാത്മകമായ ശാസ്ത്രീയമായ വിദ്യാഭ്യാസ നയങ്ങൾക്ക് എതിരായ ഒരു നിലപാട് ആ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുമ്പോൾ അത് നടപ്പാക്കേണ്ടി വരുമോ എന്ന ആശങ്ക സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാവില്ലേ? അപ്പോൾ അത് കുട്ടികളുടെ ഭാവിയെ കണ്ടുകണ്ടല്ല യഥാർത്ഥത്തിൽ ഇതിനെതിരായ ഒരു വികാരം വരുന്നത്. സാമ്പത്തികമാണ് ഇതിനെ അനുകൂലിക്കുന്ന വികാരമെങ്കിൽ കുട്ടികളുടെ ഭാവി തന്നെയല്ലേ ഇതിനെതിരായ വികാരത്തിനും പ്രധാനപ്പെട്ട കാരണം? അതെ മിസ്റ്റർ കിരൺ, ഞാൻ പറയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ടുപേരും കൂടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് കേന്ദ്രത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കണം. അല്ലെങ്കിൽ അവർക്കെതിരെ ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറയണം. നമ്മുടെ ആവശ്യം എന്തുവാണ്? നമ്മുടെ ആവശ്യം സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. സോ യൂസ് ദാറ്റ് വേ. അങ്ങനെ ചിന്തിക്കുന്നേ. അല്ലാതെ ലെഫ്റ്റ് ഭരിക്കുമ്പോഴും പറയും ഞാനത് ആരും കാണാം, തലയിൽ തുണി ഇട്ടുകൊണ്ട് പോയി ഒപ്പിടും, തിരിച്ച് ഇവിടെ വന്നിട്ട് കടലിൽ കളയൂന്ന് പറയും, എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോൾ അവര് ചെയ്യും. ഇത് വെറുതെ ജനങ്ങള് പൊട്ടത്തരം കാണിക്കാതെ അതിനെ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യൂ. പിണറായി വിജയനെ നമ്മൾ മാറ്റിയത് അടുത്ത ആൾ നല്ല ചെയ്യാൻ വേണ്ടിയാണ്. വ്യക്തമാണ് ശ്രീ പ്രദീപ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടിയും മുന്നണിയും ഒക്കെ എതിർത്ത PMC ആണ് ഇപ്പോൾ അവർ നടപ്പാക്കുന്നത്. നമസ്കാരം. പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും പാർട്ടി ഏതായാലും ഭരണത്തിലിരിക്കുന്നവര് ഒരു കാര്യം കൊണ്ടുവരികയും അത് നടപ്പാക്കാൻ നോക്കുകയും പ്രതിപക്ഷത്തിരിക്കുന്നവർ അതിനെ എതിർക്കുകയും, ഇതാണ് രണ്ടു കൂട്ടരുടെയും യഥാർത്ഥ ജോലി എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രതിപക്ഷം അതിനെ എതിർക്കും. അത് അവിടെ രാഷ്ട്രീയമല്ല, അവരുടെ ജോലി അതാ.
പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് പറയുന്നത് എതിർക്കുക, ഭരണപക്ഷത്തിന്റെ ജോലി എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുക. ഇതാണ് അവരുടെ ജോലി. പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ സ്പീക്കർ സാറിന്റെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ചിലപ്പം പുള്ളി കാണുമായിരിക്കാം. ഈ നിയമസഭയ്ക്കകത്ത് കൂടിയുള്ള ഈ പൊതുവഴി ഒന്ന് അവസാനിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമസഭ കൂടുന്ന സമയങ്ങളിൽ അതുവഴി പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ആളുകളാണ് നിയമസഭയ്ക്കകത്ത് കൂടി പോകുന്നത്. ആ പൊതുവഴി അടച്ചു വെച്ചിട്ട് വേണം നിയമസഭ കൂടേണ്ടത്. കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വലിയ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് സ്പീക്കർ കഴിഞ്ഞ ദിവസം തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇങ്ങനെ നിയമസഭ കൂടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നത് പറഞ്ഞിരുന്നു. താങ്കളും ചൂണ്ടിക്കാണിച്ചത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുപ്രധാന ചർച്ചകൾ നടക്കുമ്പോൾ ആ തരത്തിൽ ചെയ്യുന്നത്. ശ്രീ രാധാകൃഷ്ണനാണ് പാലക്കാട് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വല്ലാത്ത ഇരട്ടത്താപ്പല്ലേ ഇതിൽ വ്യക്തമാകുന്നത്? ശ്രീ രമേശാണ് പാലക്കാട്. ശ്രീ രമേശ്, താങ്കൾ പറഞ്ഞോളൂ. സാർ, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞു. ഈ ഫെഡറൽ സിസ്റ്റവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികൾ എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ കിട്ടുന്ന കാശ് വാങ്ങിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കുക. മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് വിദ്യാഭ്യാസം. ഈ 5 വർഷം കൊണ്ട് എത്രമാത്രം കോളേജുകളും സ്കൂളുകളും മലപ്പുറം സൈഡിൽ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. കിട്ടുന്ന പൈസ വേഗം വാങ്ങിയെടുത്ത് കേരളത്തിന് വേണ്ടി ചെലവാക്കാൻ നോക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. ശരി, ഓക്കെ. പണം കിട്ടുന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക എന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് നയം സ്വീകരിക്കുന്നത്. പണമാണോ പ്രധാനം അതോ അതിനപ്പുറത്തേക്കുള്ള നയമാണോ എന്നുള്ളതൊക്കെ പലതരം ചർച്ചകളുമുണ്ട്. എന്തായാലും ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഓരോ പക്ഷം മാറുന്നതിനനുസരിച്ച് ഈ നിലപാട് മാറുന്നതിനെ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനായിട്ടുള്ളത്, രാഷ്ട്രീയ പാർട്ടിക്കാര് ഭരണപക്ഷത്താവുമ്പോഴും പ്രതിപക്ഷത്താവുമ്പോഴും അവരെന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നെന്ന് വളരെ ചിന്തിച്ചിട്ട് അതേ പ്രകാരം തന്നെ അതിന്റെ പ്രായോഗിക വശം കൂടി കണക്കിലെടുത്തിട്ട് വേണം പറയാനും ചെയ്യാനും. ഒന്ന് ചെയ്ത് എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പിന്മാറുക അത് പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ മാറിയിട്ട് വേറൊന്ന് പറയുക എന്ന് പറയുക അതും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കാനായിട്ട് പോകുന്നു, അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം, വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തത്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട പണം കിട്ടുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മനോജാണ് കാഞ്ഞൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മനോജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് PMശ്രീയിൽ ഇരുപക്ഷത്തെയും അന്നത്തെയും ഇന്നത്തെയും നിലപാടുകളെ? ശ്രീ മനോജ്, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയും എലിയെ പിടിക്കാൻ പൂച്ച കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും കുഴപ്പമില്ലാന്ന്. നമ്മുടെ വിദ്യാഭ്യാസത്തില് പ്രായോഗികമായ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ആ മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഇപ്പോൾ ഈ രണ്ടു കൂട്ടരെ എതിർക്കുന്നത് ഈ നാട്ടിലെ വോട്ട്, ഈ കേരളത്തിലെ വോട്ട്, അത് ഒരു BJP ഫോബിയ, RSS ഫോബിയ ഇതൊക്കെ കൊണ്ട് തടഞ്ഞു നിർത്താം. ആ ഒരു നയമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കാണാനില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.